അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും ഇതൊരു രാഷ്ട്രീയ വൈര്യം വെച്ചുകൊണ്ടുള്ള നടപടികളാണ്, CPM-നെ തകർക്കുവാനുള്ള ശ്രമം, സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാനുള്ള നീക്കം എന്നൊക്കെ. പക്ഷേ ഇവിടെ ഈ പരാതി നൽകിയ ആളാണ് അനിൽ അക്കരെ. അദ്ദേഹം കൊടുത്ത പരാതികൾ വസ്തുതകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലേക്ക് വന്നത്. ഇത് കരുവന്നൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കാര്യം അതിനേക്കാൾ നീണ്ടുപോവുകയാണ്. മഞ്ജുഷേ, അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് CPM-ന്റെ മാത്രം പ്രശ്നമല്ല. കോൺഗ്രസും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ത്യയിലെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ കോൺഗ്രസിന്റെ മരവിപ്പിച്ചിട്ടുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ നിലവിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ ED-യും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ BJP-യുടെ കോടാലിക്കൈയായി പ്രവർത്തിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോ അതിനു വേണ്ട സഹായം ചെയ്യുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ശ്രീ അനിൽ അക്കരെ ഇറങ്ങിയിട്ടുള്ളത്. അനിൽ അക്കരയുടെ പ്രവൃത്തികളെ സംബന്ധിച്ച് അദ്ദേഹം സതുദ്ദേശപരമായി ഇങ്ങനെ ഒരു പോരാട്ട വീര്യം നടത്തുകയാണെങ്കിൽ അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു. CPM-ന് ഒന്നും ഒളിക്കാനില്ലെന്നേ. CPM-ന്റെ സാധാരണ പ്രവർത്തകർ അവർ തെരുവുകളിൽ നിന്നും വീടുകളിൽ നിന്നും പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് സമ്പാദിച്ചു വെച്ചിട്ടുള്ള പാർട്ടി ഓഫീസുകളും രക്തസാക്ഷി നാമങ്ങളിലുള്ള സ്മാരകങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ട് CPM കരുവന്നൂർ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ നിന്ന് സമ്പാദിച്ചതാണെന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലല്ലെന്ന് അങ്ങേപ്പോലുള്ളൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ തോന്നാതിരിക്കുകയാണെങ്കിൽ അതിൽ എന്തോ അസ്വാഭാവികമായിട്ടുള്ളതുണ്ട്, അതിൽ ചില അസ്വാഭാവികതകളുണ്ട് എന്ന് വേണം എനിക്ക് പറയാൻ. അല്ല, അങ്ങനെ അസ്വാഭാവികത ഉണ്ട് എന്ന് ഞാനും സമ്മതിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ കണ്ണീർ നമ്മൾ നേരെ കണ്ടതാണ്, അവരുടെ വിലാപങ്ങൾ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുവാൻ പറ്റുകയില്ല. അവിടെ നിന്ന് കോടാനുകോടി രൂപ വെട്ടിച്ചുകൊണ്ടാണ് ഈ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ കമ്മീഷൻ ഇടുന്നതിന് വേണ്ടിയാണ് ആ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നത്. ഇതൊക്കെ കാര്യങ്ങൾ പൊതുസമൂഹത്തിനത് ബോധ്യമാകുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇതിപ്പോൾ ചിലപ്പോൾ ED-യുടെ അന്വേഷണം പകുതി വെച്ച് നിർത്തി പോയേക്കാം, അതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ കണ്ണീർ തുടയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. മഞ്ജുഷേ, കരുവന്നൂരിലെ നിക്ഷേപകരുടെ കണ്ണീര് തുടയ്ക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ എടുത്തിട്ടുള്ള സമീപനങ്ങൾ നാം പലയാവർത്തി ചർച്ച ചെയ്തിട്ടുള്ളത്. സർക്കാർ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. സർക്കാർ അല്ലത് കൊടുക്കേണ്ടത്. സർക്കാർ എന്തിനാണ് ഈ ബാധ്യത ഏറ്റെടുക്കുന്നത്? അങ്ങനെയല്ല. അല്ലല്ല, പാർട്ടി സഖാക്കൾ കൊണ്ടുപോയ തുകയ്ക്ക് സർക്കാർ ഒരിക്കലും ബാധ്യത ഏറ്റെടുക്കരുത്. അത് ഇവിടെ അല്ലല്ല, എല്ലാവരുടെയും നികുതി പണത്തിൽ നിന്ന് സർക്കാർ എന്തിനാണ് ആ ബാധ്യത ഏറ്റെടുക്കുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ ഏറ്റെടുക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഏറ്റെടുക്കുകയല്ലോ. ഏതൊക്കെ രീതിയിൽ കരുവന്നൂർ സഹകരണ ബാങ്കിനെ പിടിച്ചു നിർത്താനാകും എന്നുള്ളതിന്റെ സതുദ്ദേശപരമായിട്ടുള്ള നീക്കങ്ങൾ ഇടതുപക്ഷവും അവിടുത്തെ CPIM-ഉം ചെയ്തിട്ടുണ്ടെന്നേ ഒരു സംശയം വേണ്ട. അവിടുത്തെ നിക്ഷേപകരിലെ വിശ്വാസ്യത ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിക്ഷേപകരുമായി നേരിട്ടിടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ. ഒരു തരത്തിലും അതിലൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ചിന്ത എന്താ? ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധി എന്ന് പറയുന്നത് PMLA ആക്ടിന്റെ പരിധി മാത്രമാണ്. PMLA ആക്ട് എവിടെയെങ്കിലും മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ആ മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്താനാണ് ED-ക്ക് നിയമപരമായി അധികാരമുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടി മണി ലോണ്ടറിംഗ് നടത്തിയെന്ന അതിവിചിത്രവും അതിസങ്കീർണവുമായിട്ടുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് CPIM-ന്റെ അക്കൗണ്ടുകൾ ED മരവിപ്പിക്കുന്നതും. അത് വെറും സാങ്കേതികത്വം മാത്രമാണ്. അങ്ങനെ ചെയ്യാൻ കഴിയാൻ ED-ക്ക് എത്രത്തോളം ആവുമെന്ന് വരും ദിവസങ്ങളിൽ കോടതി നടപടികളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു തരത്തിലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ വേവലാതിയോ ഇക്കാര്യത്തിലില്ല. CPM-ന്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നില്ല എന്നായിരുന്നു ശ്രീ അനിൽ അക്കരെ അടക്കമുള്ള ആളുകൾ നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബിജുവിനെ അടക്കം അവർ അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചു വരുത്തി മൊഴിയെടുത്തു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായും CPM-ഉം BJP-യുമായി ഏതോ രഹസ്യ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ട ശ്രമവും അതോടുകൂടി കൊള്ളുന്നു. ഒരു തരത്തിൽ